ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നായ കാസർഗോഡ് മാലിക് ദീനാർ മസ്ജിദിലാണ്. പഴമയിലും പ്രതാപത്തോടെ നിൽക്കുന്ന ഒരു പള്ളിയാണ് കാസർഗോഡ് മാലിക് ദീനാർ മസ്ജിദ്. ഇന്ത്യയിലെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലചരിത്രത്തിന്റെ നാഴികക്കല്ലായി നിലകൊള്ളുന്ന പള്ളിയാണ് ഇത്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിലെ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഇന്ത്യയിലേക്ക് വന്നവരാണ് മാലിക് ബിൻ ദീനാറും 22 അനുയായികളും. തനത് കേരളീയ ശില്പചാരുതയിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അറേബ്യയിൽ നിന്നും കപ്പൽ കയറി കേരളത്തിലെത്തി ഇസ്ലാം പ്രബോധനം നടത്തി കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി 10ഓളം പള്ളികൾ അവർ നിർമ്മിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കാസർഗോഡ് തളങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളി. ഈ പള്ളിയിലുള്ള വാതിലുകളിലും തൂണുകളിലും അന്നുണ്ടായിരുന്ന കൊത്തുപണിക്കാരുടെ കലാവിരുത് നമുക്ക് കാണാൻ സാധിക്കും. AD 644 ഹിജ്റ വർഷം 22 റജബ് 13 തിങ്കളാഴ്ച ദിവസമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് പ്രധാന വാതിലിൽ കൊത്തിയെഴുതപ്പെട്ട അറബി എഴുത്തുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരുപാട് പ്രാവശ്യം ഈ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നെങ്കിലും ആ പഴമയുടെ പ്രതാപം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അത്. കാലത്തെ വെല്ലുന്ന മികവാർന്ന പ്രതീകമായി ഈ പള്ളി ഇന്നും നിലകൊള്ളുന്നു. മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ വന്ന് ആദ്യമായി നിർമ്മിച്ച പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ്. 8ാമത് നിർമ്മിച്ച പള്ളിയാണ് ഈ കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന മാലിക് ദീനാർ പള്ളി. ഈ പള്ളിയോട് ചേർന്ന് തന്നെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയും ഉണ്ട്. മനസ്സിന്റെ സങ്കടങ്ങൾ കൂടുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കാനും പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിനു വേണ്ടിയും ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി സന്ദർശകരാണ് ഈ മക്കാം സന്ദർശിക്കുന്നത്.